വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പ്ലിറ്റ് എ സിയുടെ ലൈൻ എങ്ങനെ കൊടുക്കും, അത് കണക്കിന് അതിൻ്റെ സ്പ്ലിറ്റ് എ സിയുടെ ഉള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് കംപ്രസർ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോൺടാക്ട് വന്നിട്ട് പ്രവർത്തിക്കണം വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളെ കിടന്ന് മറക്കണം. ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു, ലൈക്കിനെ കാണുക. ലൈക്ക് ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യുന്ന പ്രചോദനം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്കാണ്. സ്പ്ലിറ്റ് എ സിയുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ, അതായത് ഇലക്ട്രിക്കിൻ്റെ പ്രവർത്തനം, ഇലക്ട്രിക് എങ്ങനെ ലൈൻ കൊടുക്കാം, അതെങ്ങനെ എൻ്റെ അകത്ത് കോൺടാക്ട് പിടിക്കുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എ സി ലൈൻ കൊടുക്കുന്നത്. ഇത് നമ്മളെ ഫേസ് ലൈനാണ്. ഈ കാണുന്ന ഫേസ് ലൈൻ നേരെ വന്ന് എ സിയുടെ എല്ലെന്ന് എഴുതിയേക്കണ ലൈനിൽ കൊടുക്കും. അതിനൊക്കെ ന്യൂട്രൽ എന്ന് എഴുതിയേക്കണടുത്ത് എ സിയിൽ ന്യൂട്രൽ എന്ന് ഇൻഡോർ യൂണിറ്റ് എഴുതിയേക്കണക്ക് നേരെ ന്യൂട്രൽ ലൈൻ കൊടുക്കും. എർത്ത് എഴുതിയേക്കണക്ക് ബോഡിയിൽ വന്ന് നേരെ എർത്ത് നേരെ ബോഡിയിൽ വന്ന് ബോഡിയിൽ നിന്ന് നേരെ നമ്മളെ അതായത് ഇവാപറേറ്റർ കോയിൻ്റെ ഉള്ളിൽ എർത്ത് കൊടുക്കാനുള്ള പോയിന്റ് ഉണ്ട്. ആ എർത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ, അതായത് ഇവിടെ നിന്ന് നേരെ ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എ സി കമ്പനിയിൽ നിന്ന് തന്നെ ഈ എർത്ത് കൊടുത്തു വെച്ചേക്കും. നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ ബോഡിയിലെ എർത്ത് മാത്രം എർത്ത് എന്നുള്ള ഭാഗത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇൻഡോർ യൂണിറ്റിൻ്റെ ലൈൻ പൂർത്തിയായി. ഇത് നമ്മളെ ഇൻഡോർ യൂണിറ്റ് ആണ്. ഇത് നമ്മളെ സ്വിച്ച്, ഇത് നമ്മളെ ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ ഇൻഡോർ യൂണിറ്റിൽ എങ്ങനെയാണ് ബോർഡിൽ ലൈൻ പോണത് പറഞ്ഞതൊക്കെ നമ്മൾ ചൈന ബോർഡ് കഴിഞ്ഞ ആഴ്ച ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് കൊടുക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അതിന് ഡയഗ്രാമാണ് കാണിച്ചേക്കുന്നത്. അതിൽ എങ്ങനെയാണെന്നുള്ളത് ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോർഡ് തന്നെ ഡയറക്റ്റ് ഒരു സ്പ്ലിറ്റ് എ സിയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതും നമ്മൾ അതിന് മുമ്പത്തുള്ള ആഴ്ച ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി വാച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ എന്ത് കാണിക്കുന്നത്, എങ്ങനെയാണ് ഈ നമ്മളെ ഇൻഡോർ ഔട്ട്ഡോറിലും ഫേസ് ലൈൻ കൊടുക്കണമെന്നും അതിൻ്റെ അകത്തെ യൂണിറ്റിലും എങ്ങനെയാണ് അത് വർക്കാവണം എന്നുള്ള ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ ഇൻഡോർ യൂണിറ്റ് നമ്മൾ എങ്ങനെ ഫേസ് ലൈൻ കൊടുക്കും എന്നുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നത്. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഒരു കാരണവശാലും ഡൗട്ട് വരില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു എ സി കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡൗട്ട് വരാതെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ കാണുന്ന നമ്മളെ എ സിയുടെ ഇൻഡോർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ സ്വിച്ചാണ്. ഈ സ്വിച്ചിൽ നിന്നുള്ള ലൈൻ ഡയറക്റ്റ് ഫേസ് ലൈൻ നേരെ വന്ന് എ സിയുടെ ലൈനെന്ന് എഴുതിയേക്കണേ കൊടുക്കും. അതിനൊക്കെ തന്നെ ന്യൂട്രൽ ലൈൻ നേരെ വന്ന് ന്യൂട്രൽ എന്ന് എഴുതിയേക്കണേ കൊടുക്കും. സ്വിച്ചിൻ്റെ ലൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈൻ നമ്മൾ നേരെ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകണമാണ്. പിന്നെ നമ്മൾ സ്വിച്ചിൽ നിന്നുള്ള ലൈൻ വരുന്നത് എർത്ത് ലൈനാണ്. എർത്ത് ലൈൻ നേരെ വന്ന് നമ്മൾ എ സിയുടെ ബോഡി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇൻഡോർ യൂണിറ്റിൽ മെയിൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലോട്ടാണ് ഇനി ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡോർ യൂണിറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ട് എ സി ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളെ എ സിയുടെ ഫാൻ മോട്ടർ ബ്ലോവർ വർക്കാവും. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് വേറെ ഒന്നുമില്ല, ഇതിൽ നിന്ന് തന്നെ ഒരു ലൈൻ, അതായത് ഇതിൽ നിന്ന് ചില എ സിയിൽ ഈ രണ്ട് ലൈനാണ് ലൂപ്പ് ചെയ്ത് പോകുന്നത്. ചില എ സിയിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പോയിൻറ്റുകൾ മാറിയിട്ട് ലൈൻ 1 ലൈൻ 2 എന്ന് കാണും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കണക്ക് ലൂപ്പിംഗ് ആയിരിക്കും. അത് സെയിം കണ്ടിന്യൂറ്റി തന്നെ ലൂപ്പിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ സ്ഥലം ഇല്ലെങ്കിൽ വേണ്ടി അത് അപ്പുറത്തോട്ട് കൊടുക്കാനാണ് മിക്കുള്ള എ സിയിൽ ഇങ്ങനെ വരണത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് ലൈൻ എടുത്തിട്ട് നേരെ നമ്മൾ ഫേസ് ലൈൻ കൊണ്ടുവന്ന് നമ്മൾ നേരെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫേസ് 1 എന്ന് പറഞ്ഞാൽ ലൈൻ 1 എന്നുള്ളത് ഫേസ് ലൈൻ നമ്മൾ കണക്ട് ചെയ്യും. അത് ഈ ലൈന് നേരെ എടുത്ത് ഈ ലൈനിൽ കണക്ട് ചെയ്യും. നമ്മൾ ലൈൻ 1 ഇവിടെ ലൈന്, ഇവിടെ ലൈൻ 1, ഔട്ട്ഡോർ യൂണിറ്റ് ലൈൻ 1 എന്ന് എഴുതിയേക്കണത് ഫേസ് ലൈൻ 1 ആണ്. അതിനൊക്കെ ന്യൂട്രൽ 1 എന്ന് എഴുതിയേക്കണത്, അല്ലെങ്കിൽ ലൈൻ 2 എന്ന് എഴുതിയേക്കണത് ന്യൂട്രൽ ലൈനാണ്. സ്വിച്ച് ടു സ്വിച്ച്, അതായത് എ സി ഓണായി 3-4 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആവുള്ളൂ. ചില സമയത്ത് നമ്മൾ എ സി ഓൺ ആക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്ത് വീണ്ടും അയ്യോ നമ്മുടെ സ്വിച്ച് മാറിപ്പോയെന്ന് പറഞ്ഞ് വീണ്ടും അപ്പം തന്നെ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിന് കംപ്ലയിൻറ്റ് വരും, കംപ്രസർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി ഇൻഡോർ യൂണിറ്റ് ഓണായി കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ ഫേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ അതിൻ്റെ ന്യൂട്രൽ ലൈന് നേരെ എടുത്ത് നേരെ കൊണ്ടുവന്ന് ന്യൂട്രലി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫേസും ന്യൂട്രും ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എ സിയിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഫേസും ന്യൂട്രും ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേ സമയം നമുക്കതിൻ്റെ പവർ വരും. ഇപ്പം എ സിയുടെ സ്വിച്ച് നമ്മൾ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡോറിൽ പറഞ്ഞാൽ അതേ സമയം തന്നെ ഔട്ട്ഡോറിലും പവർ വരും. പക്ഷേ കംപ്രസറോ ഫാൻ മോട്ടറോ വർക്കാവത്തില്ല. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു കോണ്ടാക്ട് സ്വിച്ച് ഉണ്ട്. ഈ കോണ്ടാക്ട് സ്വിച്ച് പിടിച്ചാൽ മാത്രമേ നമ്മളെ കംപ്രസർ വർക്കാവുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോഷു അങ്ങനെയുള്ള കുറച്ച് എ സിയിൽ കോണ്ടാക്ട് സ്വിച്ച് ഉണ്ട്. LG അങ്ങനെ കുറച്ച് എ സിയിൽ കോണ്ടാക്ട് സ്വിച്ച് ഇല്ല. ലൈൻ തന്നെ ഈ എല്ലും എന്നും തന്നെ ഡയറക്റ്റ് വന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഒരു ലൈനൂടെ, അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലൈൻ അധികം കാണും. അത് ലൂപ്പിംഗ് ആയിരിക്കത്തില്ല. ന്യൂട്രൽ മാത്രമേ ലൂപ്പിംഗ് ആണുള്ളത്, ഫേസ് ലൂപ്പിംഗ് ആണത്തില്ല. ഈ സ്വിച്ചിന് പകരം അതിൽ നിന്നാണ് ആ സ്വിച്ച് എന്ന് എഴുതിയേക്കണത് ലൈൻ ഇവിടെ വന്ന് കയറുന്നത്. ഇപ്പോഴത്തെ ഒരുവിധമുള്ള ഇപ്പോഴും LG ആയെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളെ ഒരുവിധമുള്ള എല്ലാ എ സിയിലും
കോണ്ടാക്ട് സ്വിച്ച് വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ AC ഓണാക്കി 4 സെക്കൻഡ് ഒക്കെ കഴിയുന്ന സമയത്ത് ഈ AC നിന്ന് ഇവിടെ ഒരു ചെറിയൊരു കോണ്ടാക്ട് സ്വിച്ച് ACയുടെ അകത്തുണ്ട്. ഈ ലൈനിൽ നിന്ന് നേരെ കോണ്ടാക്ട് സ്വിച്ചിലൂടെ പോകണത് ഈ AC. അപ്പം നമ്മൾ ബോർഡ് ഓണായി 4-5 സെക്കൻഡ് കഴിയുമ്പം ഇതിൽ ഈ ACയുടെ ഈ സൈഡിൽ കോണ്ടാക്ട് സ്വിച്ച് ഓൺ ആകുകയും അതിൽ നിന്ന് നേരെ ഓണാവുന്ന കോണ്ടാക്ട് നേരെ സ്വിച്ചിലോട്ട് വരും. സ്വിച്ചിലോട്ട് വന്ന് ഈ സ്വിച്ചിൽ നിന്നുള്ള ലൈൻ നേരെ നമ്മളെടുത്ത്, അതായത് ഇവിടെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോണ്ടാക്ട് വരും. അപ്പോൾ ഈ സ്വിച്ച് എസ് എന്ന് എഴുതിയേക്കുന്ന സ്വിച്ചാണ്. ഈ സ്വിച്ചും അത് നേരെ നമ്മൾ വന്നിട്ട് ഇവിടെ ഈ എസ്സിൽ കണക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പം L എന്ന് എഴുതിയേക്കുന്നത് നേരെ L1 ഫേസ് വന്നിട്ടുണ്ട്. N എന്ന് എഴുതിയേക്കുന്നത് നേരെ N1 ന്യൂട്രൽ വന്നിട്ടുണ്ട്. സ്വിച്ചിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കംപ്രസർ ഓൺ ആകുകയും അതിൽ പവർ വന്ന് നമ്മളെ AC പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻഡോർ യൂണിറ്റ് നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം. അതായത് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോണ്ടാക്ട് സ്വിച്ച്, പിന്നെ അത് കണക്ക് തന്നെ കപ്പാസിറ്റർ, അത് കണക്ക് തന്നെ ഫാൻ മോട്ടർ, അത് കണക്ക് തന്നെ കംപ്രസർ. ഇത്രയും സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെ ലൈൻ, അതായത് ലൈൻ ഫേസ് ലൈൻ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അതേക്കണെ ന്യൂട്രൽ ലൈനും ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ന്യൂട്രൽ ലൈനിൽ ഒരു ലൈൻ നേരെ ഇവിടെ ഈ കോണ്ടാക്ട് സ്വിച്ചിൻ്റെ കോയിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട്. ഈ കോയിൽ മാഗ്നൈറ്റ് ആയിട്ടാണ് ഈ കോണ്ടാക്ട് സ്വിച്ച് പിടിക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇതേ കണക്ക് കോയിൽ പിടിക്കാത്ത ഇതേ കണക്ക് സ്വിച്ച് ഇതേ കണക്ക് ഇങ്ങനെ വന്നിരിക്കും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ കോയിൽ പിടിക്കുന്ന സമയത്ത് ഇത് രണ്ടും മാഗ്നൈറ്റായി പിടിക്കുന്ന സമയത്ത് ഇത് രണ്ടും ഒട്ടുകയും ഇത് കണക്ക് രണ്ട് ഒട്ടിപ്പിടിക്കും. അതിൻ്റെ അകത്ത് മാഗ്നൈറ്റ് ഒട്ടിപ്പിടിക്കും, കോണ്ടാക്ട് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇതിലെ നോട്ടർ നേരെ ഇതുവഴി വന്ന് അപ്പുറത്തെ കോണ്ടാക്റ്റിലോട്ട് വരും. ഇതുവഴി നേരെ വന്ന് ഇപ്പുറത്തെ കോണ്ടാക്റ്റിലോട്ട് വരും. ഇപ്പം ഇതിങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ ലൈൻ വന്നാൽ മാത്രമേ ഈ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്വിച്ച് ഓൺ ആവണം, ഇതിൽ നിന്ന് വരുന്ന ലൈൻ വരുന്നത് നേരെ ഈ കോയിലോട്ടാണ് വരണത്. ഈ കോയിലോട്ട് ഇത് സ്വിച്ച് ഇത് നേരെ ഈ കോയിലോട്ടാണ് വരണത്. ഇത് നേരെ ഔട്ട്ഡോർ യൂണിറ്റോട്ട് ആണ് പറഞ്ഞത്. ന്യൂട്രൽ ഡയറക്റ്റ് കണക്റ്റ് ആവും. പക്ഷേ ഈ കോയിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് നേരെ വരണത് ഈ സ്വിച്ചിൻ്റെ ലൈനാണ്. അപ്പോൾ ഈ ന്യൂട്രൽ ഫേസും ഞാൻ നേരത്തെ പറഞ്ഞാൽ AC ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ ന്യൂട്രൽ ഫേസും വന്ന് കിടക്കും. പക്ഷേ AC ഓൺ ആവത്തില്ല. ഓൺ ആവണമെങ്കിൽ ഈ കോണ്ടാക്ട് സ്വിച്ച് പിടിക്കണം. ഈ കോണ്ടാക്ട് സ്വിച്ച് പിടിക്കാനായിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആയിട്ടുള്ള ലൈൻ വന്നാൽ മാത്രമേ കോണ്ടാക്ട് സ്വിച്ച് പിടിക്കുള്ളൂ. അപ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന ലൈൻ വരുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ന്യൂട്രൽ ഇവിടെ മെയിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആവുന്ന ലൈൻ വന്ന് ഇതിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോണ്ടാക്റ്റിൽ കോയിലിൽ ന്യൂട്രലുമായി ഫേസുമായി. അപ്പോൾ ഇത് മാഗ്നൈറ്റ് ആവും. മാഗ്നൈറ്റ് ആകുമ്പോൾ ഇതിടക്ക് താഴോട്ട് പ്രസ് ആവുന്ന സമയത്ത് ഇവിടുത്തെ ഈ കോണ്ടാക്റ്റിൽ കണ്ടിന്യൂറ്റി വരികയും ഇതുവരെ വരുന്ന പവർ ഇതുവഴി കയറി നേരെ ഇതുവഴി ഈ കോണ്ടാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഔട്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മളെ പവർ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. ലൈൻ അതിനൊക്കെ ന്യൂട്രൽ ഇതുവരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഔട്ടിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കംപ്രസറിൻ്റെ കോമൺ ലൈൻ, ഇത് കംപ്രസർ ലൈൻ, അത് കണക്കിന് ഇത് ഫാൻ ലൈൻ. ഇങ്ങനെയാണ് ഇതിൽ അതായത് കപ്പാസിറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കോമൺ, അത് കണക്കിന് ഫാൻ, അത് കണക്കിന് കംപ്രസർ, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് വരുന്ന സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഇതിൻ്റെ ലൈൻ, അതായത് ഫേസ് ലൈൻ നേരെ വന്ന് നമ്മളെ കപ്പാസിറ്ററിൽ ഇവിടെ ഇങ്ങനെ കയറും. അപ്പോൾ കപ്പാസിറ്ററിൽ ലൈനായി. അപ്പോൾ ഫേസ് നേരെ ഇവിടെ ഒന്ന് കോണ്ടാക്ട് ഇറങ്ങി ഇവിടെ നേരെ വന്ന് കപ്പാസിറ്റർ കയറും. അപ്പോൾ കപ്പാസിറ്ററിൽ ലൈനായി. ഈ കപ്പാസിറ്ററിൽ നിന്ന് ഒരു ലൈൻ ഈ ഫാൻ്റെ, നിങ്ങൾ ഇവിടെ കാണാം ഫാൻ്റെ റണ്ണിങ് ലൈൻ. ഈ റണ്ണിങ് ലൈനിലായിട്ട് നേരെ കപ്പാസിറ്ററിൻ്റെ ഒരു ലൈൻ നേരെ ഫാൻ്റെ റണ്ണിങ് ലൈറ്റായിട്ട് വരും. ഈ കപ്പാസിറ്ററിൻ്റെ ഒരു ലൈൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് നേരെ ഫാൻ്റെ ഇത് കോമൺ ആയിട്ടുള്ള, അതായത് ഈ ലൈൻ ഫേസ് ലൈൻ നേരെ വന്ന് കപ്പാസിറ്ററിലോട്ട് കയറിയിട്ടുണ്ട്. കപ്പാസിറ്ററിൽ നിന്ന് ഒരു ലൈൻ നേരെ ഫാൻ്റെ റണ്ണിങ് ലൈനിലോട്ടും പോകും. അതിന് അങ്ങനെ കപ്പാസിറ്ററിന് ഒരു ലൈൻ നേരെ കംപ്രസറിൻ്റെ ഈ കാണുന്ന റണ്ണിങ് ലൈൻ കംപ്രസറിൻ്റെ റണ്ണിങ് ലൈനിലോട്ടും പോകും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫേസ് ലൈൻ നേരെ വന്ന് ഫേസ് ലൈൻ നേരെ വന്ന് കപ്പാസിറ്റർ കയറിയിട്ടുണ്ട്. കപ്പാസിറ്ററിന് ഒരു ലൈൻ നേരെ ഫാൻ്റെ റണ്ണിങ് ലൈനിലേക്കും കപ്പാസിറ്ററിന് ഒരു ലൈൻ നേരെ കംപ്രസറിൻ്റെ റണ്ണിങ് ലൈനിലേക്കാണ് പോകുന്നത്. ചില സമയത്ത് ഈ കപ്പാസിറ്ററിന് പോകും, ചില സമയത്ത് നേരെ ഈ കോണ്ടാക്ട് സ്വിച്ചിൽ നിന്ന് തന്നെ ഈ രണ്ട് ലൈനും പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാൻ്റെ സ്റ്റാർട്ടിങ് ലൈനാണ്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ഫാൻ എന്ന് എഴുതിയേക്കുന്നതാണ്. ഫാൻ എന്ന് എഴുതിയേക്കുന്ന ലൈൻ ഫാനിൻ്റെ സ്റ്റാർട്ടിങ് ലൈനാണ്.
നമ്മുടെ വീട്ടിലേക്ക് ഫാൻ മോട്ടർ നിങ്ങൾക്ക് കാണാം. ഫാൻ മോട്ടറിലെ കപ്പാസിറ്റർ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ആവാതിരിക്കും. അപ്പോൾ നമ്മൾ കമ്പ് എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ കറക്കുന്ന സമയത്ത് മാത്രമേ ഫാൻ കറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്റ്റാർട്ടിങ് കോയിൽ കംപ്ലൈൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഫാൻ സ്റ്റാർട്ട് ചെയ്ത് പവർ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ F എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ ഫാൻ എന്ന് എഴുതിയേക്കുന്നത് നമ്മളെ ഫാനിൻ്റെ സ്റ്റാർട്ടിങ് ലൈനാണ്. അത് നേരെ നമ്മൾ ഫാനിൻ്റെ സ്റ്റാർട്ടിങ് ലൈനിലോട്ട് കൊടുക്കണം. അപ്പോൾ ഫാനിൻ്റെ റണ്ണിങ് ലൈനും ആയിട്ടുണ്ട്, ഫാനിൻ്റെ സ്റ്റാർട്ടിങ് ലൈനും ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഫാനിൻ്റെ ന്യൂട്രൽ കൂടെ ഉണ്ടെങ്കിലേ ഫാൻ വർക്കാവുള്ളൂ. ന്യൂട്രൽ നമുക്ക് അടുത്ത കംപ്രസറിൻ്റെ കൂടെ വരച്ചതിന് ശേഷം നമുക്ക് ഈ രണ്ടിൻ്റെ ന്യൂട്രൽ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത ഇതേ കണക്കിന് നമ്മൾ കംപ്രസർ സ്റ്റാർട്ട് ആകണം. കംപ്രസർ സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ കംപ്രസർ ഇവിടെ നിങ്ങൾ കപ്പാസിറ്ററിൽ കംപ്രസർ എന്ന് എഴുതിയേക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കോമൺ എന്ന് എഴുതിയ ഭാഗത്ത് മെയിൻ ലൈനാണ് വരുന്നത്. F എന്ന് എഴുതിയേക്കുന്നത് ഫാനിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻ, കംപ്രസർ എന്ന് എഴുതിയേക്കുന്നത് കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻ. അത് നേരെ എടുത്ത് നമ്മൾ കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ് ലൈനിലോട്ട് കൊടുക്കണം. അപ്പോൾ കംപ്രസറിൽ നമ്മൾ റണ്ണിങ് ലൈനും ആയിട്ടുണ്ട്, കംപ്രസറിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ലൈനും ആയിട്ടുണ്ട്. അതിനൊക്കെ ഫാനിൽ ഇപ്പോൾ റണ്ണിങ് ലൈനും ആയിട്ടുണ്ട്, ഫാനിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ലൈനും ആയിട്ടുണ്ട്. ഇനി നമ്മൾ കോമണും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കംപ്രസറും ഫാനും നമ്മൾ ഒരേ സമയം വർക്കാവും. അതിന് നിങ്ങൾ ഈ ചെയ്യണം ഈ ന്യൂട്രൽ ലൈൻ നേരെ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കംപ്രസറിലോട്ട്, അതേ കണക്ക് തന്നെ ഈ ഫാനിൻ്റെ ന്യൂട്രൽ ലൈൻ അതേ കണക്ക് നേരെ വന്ന് നേരെ ഇവിടെ ഇതിൻ്റെ ന്യൂട്രലിലോട്ട്, ഇങ്ങനെ ഈ ന്യൂട്രലിലോട്ട്. ഇപ്പം നമ്മൾ AC-യുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ലൈൻ മൊത്തം പൂർണ്ണമായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡോർ യൂണിറ്റിൻ്റെ ഉള്ളിൽ വർക്ക് നോർമൽ, അത് ഇൻവെർട്ടറിലല്ലാതെ നോർമൽ AC-യുടെ ലൈൻ വർക്കാവുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിന് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടുത്ത ബെല്ലൈക്കൻ ആളാക്കിയിട്ടാണ് മറക്കുന്നത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. അല്ലെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രയോജനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.